Hi friends, welcome to my channel. Today I'm here to share with you about Swiss 20. What is Swiss 20? It is basically a stock market exchange. So before that, let me give you a brief introduction on what a stock market is. So, stock market or equity market or share market refers to the collection of markets and exchanges where regular activities of buying, selling, and issuance of shares of publicly held companies take place. That means selling and buying of shares of publicly owned companies or publicly held companies only take place here. Next, such financial institutions are conducted through institutionalized formal exchange or over the counter. Market takes place which operate under a defined set of regulation. ഒരു ഡിഫൈൻഡ് സെറ്റ് ഓഫ് റെഗുലേഷനിൽ കൂടെ OTC അല്ലെങ്കിൽ ഒരു ഫോർമൽ എക്സ്ചേഞ്ചസ് ഒക്കെ വഴിയാണ് ഇത് നടത്തപ്പെടുന്നത്. അപ്പോൾ ഈ OTC എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ OTC മാർക്കറ്റ് ആൻ ഓവർ ദ കൗണ്ടർ market place is decentralized market in which market participants trade stock commodities, currencies, or other instruments directly to parties or without a central exchange or broker. അതായത് ഒരു സെൻട്രൽ എക്സ്ചേഞ്ചോ ഒരു ബ്രോക്കറോ ഇല്ലാണ്ട് ഡയറക്റ്റായിട്ട് അവർ എക്സ്ചേഞ്ച് ചെയ്യാണ്. എക്സ്ചേഞ്ച് അല്ലെങ്കിൽ സെല്ലിങ് ആൻഡ് ബൈങ് അവിടെ നടക്കുകയാണ്. OTC എന്ന് പറയുമ്പോൾ ഇതിന് ഫിസിക്കലായിട്ടൊരു ലൊക്കേഷനൊന്നും വേണ്ട. ഇത് ട്രേഡിംഗ് ഈസ് കണ്ടക്റ്റഡ് ഇലക്ട്രോണിക്കലി. Next, moving to next slide. What is stock market index? A stock market index or index is an index that measures a stock market or a subset of stock market that helps investors compare current price levels with past price to calculate market performance. ഇപ്പോൾ മാർക്കറ്റ് പെർഫോമൻസ് ഒരു ഇൻവെസ്റ്റേഴ്സിന് ഇങ്ങനെ ഫോർസി ചെയ്യാനായിട്ട് അത് ഇപ്പോഴത്തെ മാർക്കറ്റ് പ്രൈസും കറൻറ്റ് പ്രൈസ് ലെവൽ ഈസ് ഓൾവേസ് കമ്പയർഡ് വിത്ത് ദ പാസ്റ്റ് പ്രൈസ് ലെവൽ. അപ്പോൾ ഒരു ബിസിനസ് ഒരു ഇൻവെസ്റ്ററിന് അവിടെ ഇൻവെസ്റ്റ് ചെയ്യണോ, അവിടെ ഇൻവെസ്റ്റ് ചെയ്ത് എത്രത്തോളം സെക്യൂർ ആണെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കുന്നത്. പിന്നെ ഇറ്റ് ഈസ് കമ്പ്യൂട്ടഡ് ഫ്രം ദ പ്രൈസ് ഓഫ് സെലക്റ്റഡ് സ്റ്റോക്സ്. എല്ലാ സ്റ്റോക്കിൻ്റെ അല്ല, ബട്ട് കുറച്ച് സെലക്റ്റഡ് സ്റ്റോക്കിൻ്റെ നിന്ന് മാത്രമാണ് ഇത് കമ്പയർ ആയിട്ടുള്ളൂ. ഇനി നമ്മുടെ മെയിൻ ടോപ്പിക്കാണ് സ്വിസ് 20. സ്വിസ് 20 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിസ് 20 ഓർ ദ സ്വിസ് മാർക്കറ്റ് ഇൻഡെക്സ് is Switzerland's most valuable blue chip market index. It is made up of 20 of the largest and most liquid Swiss performance index stocks. അതായത് ഇതിൽ മെയിനായിട്ട് 20 കോൺസ്റ്റിറ്റ്യുവൻസ് ആണുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഈ പേര് വന്നിരിക്കുന്നത് സ്വിസ് 20. ഇതിൽ ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് അനുസരിച്ചാണ് ഇവർ ഇതിലേക്ക് സെലക്ഷനും അല്ലെങ്കിൽ സെലക്ഷൻ ക്രൈറ്റീരിയ എന്നൊക്കെ പറയുന്നത് അവർക്ക് മാത്രമാണ് ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബ്ലൂ ചിപ്പ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ആൻ ഇൻഡെക്സ് ദാറ്റ് ട്രാക്സ് ഷെയർസ് ഓഫ് ദ വെൽ നോൺ ആൻഡ് ഫിനാൻഷ്യൽ സ്റ്റേബിൾ പബ്ലിക്ലി ട്രേഡഡ് കമ്പനി. അതായത് അറിയപ്പെടുന്നതും അതേപോലെ തന്നെ ഫിനാൻഷ്യലി സ്റ്റേബിളുമായ അവരുടെ ഷെയർസ് തമ്മിൽ ട്രേഡ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഒരു ഇതിനെയാണ് ബ്ലൂ ചിപ്പ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൊക്കക്കോള, ഡിസ്നി, ഇൻഡൽ, IBM അങ്ങനെയൊക്കെ പറയുന്നതാണ്. ഇതെന്ന് പറയുന്നത് കുറച്ചും കൂടിയും സേഫ് ആയിരിക്കും. കാരണം ഇവിടെ എപ്പോഴും സ്ലോ ഗ്രോത്ത് ആണെങ്കിൽ പോലും അത് ഒരു മോഡറേറ്റ് ഗ്രോത്ത് പൊട്ടൻഷ്യലാണ് ഇവിടെ ഉള്ളത്. ഒരുപാട് ഫ്ലക്ച്വേഷൻസ് നമുക്ക് ഇതിൻ്റെ മാപ്പിൽ കാണാൻ സാധിക്കുകയില്ല. ദ ഗ്രോത്ത് മാപ്പ് ട്രൈസ് ടു ബി സ്റ്റേബിൾ വിത്ത് ലെസ് ഫ്ലക്ച്വേഷൻസ്. ഇവിടെ ബ്ലൂ ചിപ്പ് മാർക്കറ്റ് ഇൻഡെക്സ് അങ്ങനെയാണ്. പിന്നെ ആസ് പ്രൈസ് ഇൻഡെക്സ് ദ XMI ഈസ് നോട്ട് അഡ്ജസ്റ്റഡ് ഫോർ ഡിഫറൻസ്. അത് ഡിഫറൻസിനൊന്നും വേണ്ടി അഡ്ജസ്റ്റ് ചെയ്യുന്നതല്ല. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യുവൻസ് ആരൊക്കെയാണ് ഈ SMIയുടെ കീഴിലുള്ളത്. ദ SMI ഇൻഡെക്സ് കൺസിസ്റ്റ് ഓഫ് ദ 20 ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് ട്രേഡഡ് മിഡ് ആൻഡ് ലാർജ് ക്യാപ് സ്റ്റോക്സ് അക്കോർഡിംഗ് ടു 6 പെർഫോമൻസ് ഇൻഡെക്സ്. അതായത് മെയിനായിട്ട് 20 കോൺസ്റ്റിറ്റ്യുവൻസ് ആണ് ഇവിടെ ഉള്ളത്. അത് മോസ്റ്റ് ട്രേഡഡ് മിഡ് ആൻഡ് ലാർജ് ക്യാപ് സ്റ്റോക്സ്. അങ്ങനെ 6 പെർഫോമൻസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞൊരു ഇത് സെലക്ട് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമാണ് ഇതിൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ.
The SMI index composition is examined annually. അതായത് ഇപ്പോൾ ഇതിലും ക്വാളിഫൈഡ് ആയിട്ടുള്ള വല്ലവരും വരാണെങ്കിൽ ഇപ്പോൾ എക്സിസ്റ്റിംഗ് ആൾക്കാരെ മാറ്റിയിട്ട് അവർക്ക് മെമ്പർഷിപ്പ് കൊടുക്കുന്നതായിരിക്കും. അങ്ങനെ ഇത് ആനുവലി എക്സാമിൻ ചെയ്യുന്നതാണ് ഇതിൻ്റെ കോമ്പോസിഷൻ. നെക്സ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് വാലിഡിറ്റി ഓഫ് ഇൻഡെക്സ് കോൺസെപ്റ്റ്സ്. The validity of index concepts and rules is reviewed on a regular basis. അതൊരു റെഗുലർ ബേസിസ് അനുസരിച്ച് അത് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. In exceptional cases, a broad market consultation can be conducted. The changes to index rules are publicly announced with appropriate lead time. അത് പബ്ലിക്കലി അനൗൺസ് ചെയ്യുന്നതായിരിക്കും ഒരു ലീഡ് ടൈമിൻ്റെ ഉള്ളിൽ. നെക്സ്റ്റ് ഇൻഡെക്സ് ഒബ്ജക്റ്റീവ് ആൻഡ് റൂൾസ് ഫോർ ഓൾ ഇൻഡെക്സസ്. ഇതിൽ കുറച്ച് റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ട്. റെപ്രസെൻറ്റേറ്റീവ്. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ മാർക്കറ്റ് ഈസ് റെപ്രസെൻറ്റഡ് ബൈ ഇൻഡെക്സ്. ഇതിൻ്റെ ഡെവലപ്മെൻറ്റ് എന്നൊക്കെ പറയുന്നത് ഇൻഡെക്സ് വഴിയാണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്. ഇനി ട്രേഡബിൾ. ദ ഇൻഡെക്സ് കമ്പോണൻസ് ആർ ട്രേഡബിൾ ഇൻ ടേംസ് ഓഫ് കമ്പനി സൈസ് ആൻഡ് മാർക്കറ്റ്. കമ്പനി സൈസ് ആൻഡ് മാർക്കറ്റ് തന്നെയാണ് ഇതിൻ്റെ ട്രേഡബിൾ ആയിട്ടുള്ള മെയിൻ എലമെൻ്റ് എന്ന് പറയുന്നത്. റിപ്ലിക്കബിൾ. ദ ഡെവലപ്മെൻറ്റ് ഓഫ് ദ ഇൻഡെക്സ് ക്യാൻ ബി റിപ്ലിക്കേറ്റഡ് ഇൻ പ്രാക്ടീസ് വിത്ത് പോർട്ട്ഫോളിയോ. ഇത് ചിലപ്പോൾ പോർട്ട്ഫോളിയോ ഒക്കെ ആയിട്ട് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഇത് ആവർത്തിക്കാം സെയിം സിറ്റുവേഷൻസ്. സ്റ്റേബിൾ. ഹൈ ഇൻഡെക്സ് കണ്ടിന്യൂറ്റി ഉണ്ട്. പിന്നെ റൂൾസ് ബേസ്ഡ്. ഇൻഡെക്സ് ചേഞ്ചസ് ആൻഡ് കാൽക്കുലേഷൻസ് ആർ റൂൾസ് ബേസ്ഡ്. ഒരു റൂൾസ് അല്ലെങ്കിൽ കുറച്ച് നോംസ് ഉണ്ട്, അതിൻ്റെ അകത്ത് മാത്രമാണ് ഇൻഡെക്സിനെ ചേഞ്ച് ചെയ്യാൻ പറ്റുകയുള്ളൂ. പിന്നെ പ്രൊജക്റ്റബിൾ. ചേഞ്ചസ് ഇൻ ദ റൂൾസ് ആർ വിത്ത് അപ്രോപ്രിയേറ്റ് ലീഡ് ടൈം. നോ റെട്രോസ്പെക്റ്റീവ്. ചേഞ്ചസ് എന്ന് പറയുന്നത് ഒരു ലീഡ് ടൈമിൻ്റെ ഉള്ളിലാണ് ചേഞ്ചസ് നടക്കുക. നോ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അതായത് മുൻകാല പ്രാബല്യങ്ങളോട് കൂടി ഒരിക്കലും ഒരു ചേഞ്ച് ഇവിടെ വരില്ല. അതായത് മുൻകാല പ്രാബല്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ ഗവൺമെൻറ് ഓഫീസേഴ്സിനൊക്കെ സാലറി കൂടുമ്പോൾ നമുക്ക് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അറിയാൻ പറ്റും വിത്ത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അതായത് ഇപ്പോൾ മാർച്ചിലായിരിക്കും സാലറി കൂടിയെന്ന് പറയുന്നത്, പക്ഷേ കഴിഞ്ഞ വർഷം ജനുവരി തുടങ്ങിയുള്ള സാലറിയിൽ ഇൻക്രീസ് ഉണ്ടെന്ന് പറഞ്ഞാലാണ് അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ്. അല്ലെങ്കിൽ മാർച്ചിൽ സാലറി കൂടി, അതായത് മാർച്ച് തുടങ്ങിയുള്ള മാസങ്ങളിൽ മാത്രമാണ് സാലറി കൂടുതലെന്ന് പറഞ്ഞാൽ അത് റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് അല്ല. ഇവിടെ റെട്രോസ്പെക്റ്റീവ് എഫക്റ്റ് നടക്കില്ല. പിന്നെ ട്രാൻസ്പാരൻ്റ് ആണ്. ഡിസിഷൻസ് ആർ ബേസ്ഡ് ഓൺ പബ്ലിക് ഇൻഫർമേഷൻ. പിന്നെ ഇൻഡെക്സ് കാൽക്കുലേഷൻ. ഇൻഡെക്സ് കാൽക്കുലേഷൻ ഇവിടെ മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ലാസ്റ്റ് പേസ് ഫോർമുലയാണ്. ലാസ്റ്റ് പേസ് ഇൻഡെക്സ് ഫോർമുല. അതിൻ്റെ the SMI family, like all other six indexes, is calculated using last Bayes method with aggregate mean of a defined number of securities issues. ഇതിൻ്റെ ഫോർമുല ഇവിടെ തന്നിട്ടുണ്ട്. ഇത് കുറച്ച് വലിയ ഫോർമുലയാണ്, എന്നാലും ഇതിൽ PIX എന്ന് പറയുന്നത് ലാസ്റ്റ് പെയ്ഡ് പ്രൈസ് ഓഫ് സെക്യൂരിറ്റി I എന്നാണ്. പിന്നെ SIT എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഷെയർസ് ഓഫ് സെക്യൂരിറ്റി I ഓൺ ദ ഡേ T ഓൺ ദ കറണ്ട് ഡേ. KIT എന്ന് പറയുന്നത് ക്യാപ്പിംഗ് ഫാക്ടർ ഫോർ സെക്യൂരിറ്റി I ഓൺ ദ കറണ്ട് ഡേ. ആൻഡ് RS മീൻസ് കറണ്ട് CHF എക്സ്ചേഞ്ച് റേറ്റ് അറ്റ് ടൈം S കറണ്ട് ടൈം ഓൺ ദ കറണ്ട് ഡേ. ദാറ്റ് ഈസ് ഇത് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഈ സ്വിസ് മാർക്കറ്റ് ഇൻഡെക്സ് എൻ്റെ ഒരു ചെറിയൊരു ഗ്രാഫ് നമുക്ക് കാണാൻ പറ്റും ഇതിൽ. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഗ്രാഫ് എന്ന് പറയുന്നത് മെയിനായിട്ട് 1988 തുടങ്ങി 2012 വരെയുള്ള ചേഞ്ചസാണ് ഇതിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു നീണ്ട കാലയളവ് തന്നെയാണ്. ഇതിൽ 24 വർഷത്തെ ചേഞ്ചസ് ഉണ്ട്. സോ ഇപ്പം നമ്മൾ ഈ ഗ്രാഫിനെ നമ്മൾ 3 ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്കറിയാൻ പറ്റും ഇതിൽ വലിയ ചേഞ്ചസ് ഒന്നും നടന്നിട്ടില്ല. അതായത് 8 വർഷത്തിനുള്ള വലിയ ചേഞ്ചസ് ഒന്നും നടന്നിട്ടില്ല. സോ ദാറ്റ് മീൻസ് ദാറ്റ് ദിസ് ഗ്രാഫ് ഈസ് മോസ്റ്റ്ലി സ്റ്റേബിൾ ഡ്യൂറിങ് എൻ ഇയർ ഓർ സർട്ടൻ ടൈം. ഓൺലി ലെസ് ചേഞ്ചസ് ഹാപ്പൻസ് ഇൻ എ ഇയർ വിച്ച് പക്ഷേ ഇതൊരു ലോങ് പീരീഡ് ആയതുകൊണ്ടാണ് ഇവിടെ കുറച്ചും കൂടി വലിയ ചേഞ്ചസ് വന്നിരിക്കുന്നത്. And foundation was on June 30th, 1988, and operator is Swiss Exchange. Exchanges is Swiss Exchange, and the trading symbol is SMI. There are constituents. There are mainly 20 constituents. Next one is
അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ. ഈ 620 അക്സെപ്റ്റൻസ് ക്രൈറ്റീരിയ എന്തൊക്കെയാണ്? അതിൽ 20 കമ്പോണൻസ് ഉണ്ട്. അതിൽ അവർക്ക് ഇതിലേക്ക് കയറാൻ അല്ലെങ്കിൽ ഇതിലേക്ക് അവരെ സ്വീകരിക്കാനുള്ള ക്രൈറ്റീരിയ എന്താണെന്നാണ്. ദ XPI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വിസ് പെർഫോമൻസ് ഇൻഡെക്സ് സെലക്ട്സ് ദ കൺസ്റ്റിറ്റ്യൂവൻസ് ഓഫ് SMA വേണ്ട ആൾക്കാർ ഒക്കെ സെലക്ട് ചെയ്യുന്നത് SPI ആണ്. To be accepted into the XMI, given issue must meet stringent requirements with regard to liquidity and market capitalization. അത് മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ ലിക്വിഡിറ്റി ആയിട്ട് അവർക്ക് കുറച്ച് സ്ട്രിഞ്ചഡ് റിക്വയർമെൻറ്റ്സ് ഉണ്ട്. ആർക്ക്? SMIക്ക്. അതനുസരിച്ച് ആൾക്കാർ മാത്രമാണ് SPI എന്ന് പറഞ്ഞ സ്വിസ് പെർഫോമൻസ് ഇൻഡെക്സ് സെലക്ട് ചെയ്യുക. And on the other hand, it must represent at least 50% of total average liquidity of the SPI constituent issues. On the other hand, it must have a minimum free float capitalization equal to 0.45% or more of the entire SPI capitalization. Thus, trading volume and capitalization are the determining factors in the quarterly rankings. ഇവിടെ മെയിനായിട്ട് വരുന്ന ക്വാർട്ടർലി റാങ്കിങ്സ് ഒക്കെ നടക്കും. അതിൽ മെയിനായിട്ട് ഇത് വരുന്നത് ട്രേഡിംഗ് വോളിയം ആൻഡ് ക്യാപിറ്റലൈസേഷനാണ് മെയിൻ ഫാക്ടറായിട്ട് വരുന്നത്. ദ കോമ്പോസിഷൻ ഓഫ് ദ ഇൻഡെക്സ് ഇസ് റിവ്യൂഡ് ആനുവലി ഓൺ ദ 3rd Friday ഇൻ സെപ്റ്റംബർ. സെപ്റ്റംബറിൽ 3rd Fridayയിൽ ആനുവലായിട്ട് റിവ്യൂ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. And thanks all for being such a patient listeners, and thank you all.